നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി. ABC പ്രോഗ്രാമിന്റെ പരിമിതികൾ തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ തടസ്സമാകുന്നുണ്ടെന്നും മന്ത്രി. പാലക്കാട് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പരാതി പ്രവാഹം. വേതനം, ആരോഗ്യം, ഇൻഷുറൻസ്, ഉത്സവബത്ത, അമിത ജോലിഭാരം തുടങ്ങിയവ പരാതികളായി. വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. ഒഴിവായത് വൻ ദുരന്തം. സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടെ. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ ചോർച്ചയടച്ച ടാങ്കർ കഞ്ചിക്കോട്ടെ BPCL പ്ലാന്റിലേക്ക് മാറ്റി. 16-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പിങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. വാണിയംകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തെരുവ് നായ ആക്രമണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ABC പ്രോഗ്രാമിന് പരിമിതികളുണ്ട്. ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കാനോ വാക്സിനേഷൻ നൽകാനോ കഴിയില്ലെന്നതാണ് പ്രധാന പരിമിതിയെന്നും പ്രശ്നപരിഹാരത്തിനായി സർക്കാർ തലത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ ചട്ടം മാറ്റാതെ നമുക്ക് ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചട്ടം നമ്മളൊന്നിടത്ത് വായിച്ചുകൊണ്ട്, അതായത് ആകെ ചെയ്യാൻ അനുവാദമുള്ളത് വന്ധ്യംകരണമാണ്. വന്ധ്യംകരണം ചെയ്യണമെങ്കിലുള്ള സന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, പിന്നെ മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ, എത്ര വർഷത്തെ പരിചയമുള്ള ഡോക്ടർ തന്നെ വേണമെന്നുള്ളത്. ഇതൊന്നും ഇല്ലാത്ത ABC കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ കുടുംബശ്രീ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 800 ചില്ലാനം ABC കേന്ദ്രങ്ങൾ കൂട്ടിച്ചു ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇതാണ് പ്രധാന പ്രശ്നം. അതിൽ മാറ്റം വരുത്താതെ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതുമാണെന്ന് വനിതാ കമ്മീഷൻ. പാലക്കാട് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പാചക തൊഴിലാളികളുടെ പരാതികൾ പരിഗണിക്കവെയാണ് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഇക്കാര്യം സൂചിപ്പിച്ചത്. സ്കൂൾ പാചക തൊഴിലാളികളുടെ നിരവധി പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തിയത്. 150 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന നിലയിൽ വിജ്ഞാപനമിറക്കാൻ വനിതാ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു സിറ്റിംഗിൽ ഉയർന്ന ഒരു ആവശ്യം. നിലവിൽ പ്രതിദിനം 600 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക വരുന്ന സ്ഥിതിയുമുണ്ടായി. 30-40 വർഷം ജോലി ചെയ്ത് വിരമിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പാചകം ചെയ്യാനായി സഹായിയെ കൂടെ കൂട്ടിയാൽ സ്വന്തം വേതനത്തിൽ നിന്ന് സഹായിക്ക് വേതനം നൽകേണ്ട സ്ഥിതിയാണ്. വേതന വർധനവ്, ആരോഗ്യ ഇൻഷുറൻസ്, ഉത്സവ ഭത്ത, പെൻഷൻ എന്നീ ആവശ്യങ്ങളും പാചക തൊഴിലാളികൾ വനിതാ കമ്മീഷന് മുന്നിൽ വെച്ചു. തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നും വിവിധ തലങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കേണ്ടതുണ്ടെന്നും സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും VR മഹിളാമണി അറിയിച്ചു. പരാതികളെ കേൾക്കുന്നതിനായി ഓരോ ജില്ലയിലും ഓരോ മാസവും വനിതാ കമ്മീഷന്റെ സിറ്റിംഗുകൾ വയ്ക്കാറുണ്ട്. ഈ സിറ്റിംഗുകൾക്ക് മുൻപായി വനിതാ കമ്മീഷനിലേക്ക് ലഭിക്കുന്ന പരാതികളെയാണ് സിറ്റിംഗുകളിൽ വെച്ചുകൊണ്ട് കേൾക്കുന്നത്. ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്രണ്ട് VP പ്രിയ, നോൺ മീൽ ഓഫീസർ ഉമാദേവി, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന, പാചക തൊഴിലാളി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കറിന് ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അധികൃതരുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തമൊഴിവായി. ശനിയാഴ്ച വൈകുന്നേരം 6:15ഓടെയാണ് സംഭവം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് സേലത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് ടാങ്കറിനാണ് ചോർച്ചയുണ്ടായത്. ബുള്ളറ്റ് ടാങ്കറിൽ ചോർച്ചയുണ്ടായതറിഞ്ഞ് കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. വാളയാർ പോലീസിന് ഗതാഗതം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ടോൾ പ്ലാസയിൽ നിന്ന് ഇരുവശത്തേക്കുമായി ഹൈവേയിൽ 10 കിലോമീറ്റർ ഗതാഗതം തടഞ്ഞു. ഇത്രയും ഭാഗത്ത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു. BPCLൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെത്തി ചോർച്ച അടച്ചതോടെയാണ് അപകടാവസ്ഥ ഒഴിഞ്ഞത്. ഗ്യാസ് ഡിറ്റക്ടറിന്റെ സഹായത്തോടെ ചോർച്ച പൂർണ്ണമായി അടച്ചെന്ന് ഉറപ്പുവരുത്തി വാഹനം ട്രയൽ റൺ നടത്തി
8 മണിയോടെ കഞ്ചിക്കോടുള്ള BPCL പ്ലാന്റിലേക്ക് മാറ്റുകയായിരുന്നു. കഞ്ചിക്കോടിന് പുറമെ പാലക്കാട് നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ കൂടി സ്ഥലത്തെത്തിയിരുന്നു. 2 ഫയർ എഞ്ചിനുകൾ മുന്നിലും 1 പിന്നിലുമായാണ് ടാങ്കർ സുരക്ഷിതമായി BPCLലേക്ക് എത്തിച്ചത്. വീണ്ടും വാതക ചോർച്ചയുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ടാങ്കറിൽ നിന്ന് ഗ്യാസ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. പാലക്കാട് ജില്ലാ ഫയർ ഓഫീസർ T. അനൂപ്, കഞ്ചിക്കോട് സ്റ്റേഷൻ ഓഫീസർ TR രാകേഷ് എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡുകളുടെ മെറ്റീരിയൽ വർക്കിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും റോഡുകളുടെ പ്രവൃത്തി ചെയ്യാത്തത് മൂലം 3 വർഷത്തോളമായി 80-ൽ പരം റോഡുകളും കളിക്കളം എന്നിവയും പഞ്ചായത്തിന് നഷ്ടപ്പെടുകയാണെന്ന് അൻവർ സാദിഖ് ആരോപിക്കുന്നു. കൃത്യസമയത്ത് പ്രവൃത്തികൾ നടത്താത്തത് മൂലം പഞ്ചായത്തിന് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർക്കും പാലക്കാട് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിൽ 2-3 വർഷത്തോളമായി നിരവധി ഗ്രാമീണ റോഡുകൾ മെറ്റീരിയൽ വർക്കിലൂടെ ഒരു വർഷത്തിൽ ഏതാണ്ട് 28-29 റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നിരിക്കെ ഈ 3 വർഷത്തോളമായി 3-4 റോഡുകൾ മാത്രം ചെയ്ത് ജനങ്ങൾക്ക് നഷ്ടം വരുത്തിയിരിക്കുന്നത്. രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിയിൽ കത്ത് കൊടുക്കുകയും ഉടനെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഒന്നും ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മണ്ണൂർ പഞ്ചായത്തിനുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിഷൻ ഡയറക്ടർ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പബ്ലിക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള തിരുവനന്തപുരത്ത് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 16-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ 60-കാരൻ അറസ്റ്റിൽ. തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണിക്കാരനായ പ്രതി കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സംഭവത്തിന് ശേഷം പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇതോടെ കുട്ടിയുടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ നിയമപരിജ്ഞാനവും പൊതുബോധവും സാമൂഹിക മാറ്റത്തിനായി ഉപയോഗിക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പാലക്കാട് KACA സംസ്ഥാന കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കേസുകളുടെയും കോടതികളുടെയും എണ്ണം വർദ്ധിക്കുമ്പോഴും ക്ലർക്കുമാരുടെ വേതനം വർദ്ധിക്കുന്നില്ല. ക്ഷേമനിധിയും പെൻഷനും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിൽ വെള്ളവും വെളിച്ചവും ഉണ്ടാകുന്നത് സമൂഹത്തിന് ആശ്വാസകരമല്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനാവശ്യമായ തോറിയം പോലുള്ള മൂലകങ്ങൾ രാജ്യത്ത് ആവശ്യത്തിന് ഉണ്ടെങ്കിലും അവയെല്ലാം അദാനി അംബാനിമാരുടെ കയ്യിലെത്തുകയാണെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഹൈക്കോടതിയിൽ 1128 ദിവസം, സുപ്രീം കോടതിയിൽ 1995 ദിവസം. സാധാരണക്കാരുടെ നീതി കിട്ടണമെങ്കിൽ 12 വർഷം എന്താ സ്ഥിതി? എന്താ നമ്മുടെ ജുഡീഷ്യറി ജനാധിപത്യത്തിൻ്റെ സ്ഥിതി അവിടെ എത്തിയാണ്. ഇതാണ് സ്ഥിതി. പൈസയുള്ളവർക്ക് മാത്രമേ കേസ് നടത്താൻ പറ്റുമെന്നുള്ള സ്ഥിതിയിലെത്തി. സുപ്രീം കോടതിയിൽ വക്കീൽമാരെ KACA പ്രസിഡന്റ് V. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അസോസിയേഷൻ ഏർപ്പെടുത്തിയ KP രാമൻ നായർ എൻഡോവ്മെന്റ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും MLA K. ശാന്തകുമാരിയും ചേർന്ന് വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് MS രൂപേഷ്, അഡ്വക്കേറ്റ് ബിജോയ്, സംഘടനാ ഭാരവാഹികളായ M. കൃഷ്ണൻകുട്ടി നായർ, സന്തോഷ് കുമാർ, J. കുമാരൻ, C. ജയരാജൻ, K. ശിവപ്രകാശ്, B. ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ,
പാലക്കാട്. പാലക്കാട് BMS ജില്ലാ നേതൃയോഗം നടന്നു. സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി വിപുലമായ പരിപാടികളോടെ ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ യോഗം ആഹ്വാനം ചെയ്തു. ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ അടിയുറച്ച് അധ്വാനം ആരാധനയാണെന്ന മുദ്രാവാക്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘം അതിൻ്റെ സ്ഥാപനകാലം മുതൽ വിശ്വകർമ്മ ജയന്തി ദിനമാണ് ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നതെന്ന് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് പറഞ്ഞു. വരും കാലങ്ങളിലെ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം പാലക്കാട് ജില്ലയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ പ്രേരണ ആകുന്നതാണ്. വളരെ ഭംഗിയായി ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തി പോലെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റുകൊണ്ടാണ് നമ്മുടെ ഈ 2024 പ്രവർത്തനം പാലക്കാട് ജില്ലയുടെ BMS ആരംഭിച്ചത്. ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ, സെക്രട്ടറി വി രാജേഷ്, സംഘടനാ സെക്രട്ടറി കെ മഹേഷ്, ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, ട്രഷറർ എസ് ശരത്ത്, വൈസ് പ്രസിഡന്റുമാരായ വി ശിവദാസ്, കെ ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ PK ബൈജു, ശശി ചോറോട്ടൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് നിർധനർക്ക് നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം. 5 വർഷം കൊണ്ട് 50 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. 10 വീടുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും. നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മനുശ്ശേരിയിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. അന്ന് 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം കൈമാറിയത്. ഒപ്പം 5 പേർ അല്ലേ 5 പേർക്ക് അർഹരായ ആളുകളെ സർക്കാർ കണ്ടെത്തുന്ന 5 പേർക്ക് വീടും അവിടെ വെച്ചു കൊടുക്കാം എന്ന വാഗ്ദാനവും അദ്ദേഹം നൽകിയിരുന്നു. ഇത് ആദ്യത്തേതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പദ്ധതി ആദ്യത്തേതല്ല. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഊട്ടുകുളം പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ഇതിന്റെ സമ്മതപത്രവും മന്ത്രി കൈമാറി. മന്ത്രി AK ശശീന്ദ്രൻ, VK ശ്രീകണ്ഠൻ MP, PP സുനീർ MP, P മമ്മിക്കുട്ടി MLA, PK കൃഷ്ണദാസ്, സംവിധായകൻ ലാൽ ജോസ്, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, കലാനായർ, ഡോക്ടർ നമ്രത പമ്പാവാസൻ, വിഘ്നേഷ് പമ്പാവാസൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായാണ് 50 വീടുകൾ നിർമ്മിക്കുക. വ്യവസായിയായ മനുശ്ശേരി സ്വദേശി പമ്പാവാസൻ ഊട്ടുകളം രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം 10 വർഷം മുമ്പ് രൂപം നൽകിയതാണ് CMN ട്രസ്റ്റ്. ഇതിനു കീഴിലാണ് നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിച്ചു. അനുസ്മരണ സമ്മേളനം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ നിർവഹിച്ചു. ചട്ടമ്പിസ്വാമി ജയന്തിയോടനുബന്ധിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ T മണികണ്ഠൻ, മോഹൻദാസ് പാലാട്ട്, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, U നാരായണൻകുട്ടി, M ഉണ്ണികൃഷ്ണൻ, C കരുണാകരനുണ്ണി, V രാജ്മോഹൻ, R ബാബു സുരേഷ്, A അജി, K ശിവാനന്ദൻ, C വിപിനചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ കേരളമെമ്പാടും യാത്ര ചെയ്ത് കേരളീയ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ വ്യക്തിത്വം. ഭാരതത്തിന്റെ ആധ്യാത്മിക സ്രോതസ്സിലുടമയായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഭാരതത്തിൽ സന്ദർശനം നടത്തിയ കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഭാരതത്തിലുള്ള ഋഷിവരന്മാരോടൊക്കെ ചോദിച്ചൊരു ചോദ്യം കേരളത്തിലെത്തിയ ശ്രീ ചട്ടമ്പിസ്വാമികളോട് ചോദിച്ചു. ചിന്മുദ്രയുടെ അർത്ഥം എന്ത്? എവിടെ നിന്ന് കിട്ടാതിരുന്ന ആ ഉത്തരം വിവേകാനന്ദൻ ലഭിച്ചത് ശ്രീ ചട്ടമ്പിസ്വാമികളുടെ നാവിൽ നിന്നാണ്. താലൂക്ക് യൂണിയന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടനയെ അറിയുവാനും കരയോഗത്തെ അറിയുവാനും എന്ന സന്ദേശവുമായി കരയോഗങ്ങൾ സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭക്തിസാന്ദ്രമായ മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ പാരായണം 3ാം ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് പാരായണം കേൾക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. പ്രദേശത്തെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട മാതൃസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ പാരായണം നടക്കുന്നത്. നിന്നമ്മ
വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ സുഭദ്ര, തങ്കൻ നായർ, മീനാക്ഷി തുടങ്ങിയവർ പറഞ്ഞു. സപ്താഹം പ്രമാണിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇത് തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായി. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം വരുന്നവർക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അത് സാധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വായിക്കുന്നവർക്ക് മാത്രം ആണ് ഭക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഗോപൂജ നടന്നു. കണയം ശ്രീകാളന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകാളന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. മേൽശാന്തി കോമടത്തിലത്ത് കേശവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. വിശേഷ പൂജകളും ഗോപൂജയുമുണ്ടായി. കാളിന്തി ബാലഗോകുലം രക്ഷാധികാരി ജയകൃഷ്ണൻ കാവുങ്ങൽ, ഭഗിനി പ്രമുഖ് ശീതൾ, ബാലമിത്രം ഹരിഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് എ രാഘവൻ നായർ, സെക്രട്ടറി സി കൃഷ്ണദാസ്, ട്രഷറർ എ ശ്രീനാരായണൻ, പി രാവുണ്ണി, പി ഉണ്ണികൃഷ്ണൻ, കെ രാമദാസൻ, കെ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി. ABC പ്രോഗ്രാമിന്റെ പരിമിതികൾ തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ തടസ്സമാകുന്നുണ്ടെന്നും മന്ത്രി. പാലക്കാട് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പരാതി പ്രവാഹം. വേതനം, ആരോഗ്യം, ഇൻഷുറൻസ്, ഉത്സവബത്ത, അമിത ജോലിഭാരം തുടങ്ങിയവ പരാതികളായി. വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. ഒഴിവായത് വൻ ദുരന്തം. സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടെ. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ ചോർച്ചയടച്ച ടാങ്കർ കഞ്ചിക്കോട്ടെ BPCL പ്ലാന്റിലേക്ക് മാറ്റി. 16-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പിങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.